ഒരു പുനർജന്മം എന്ന പോലെ പ്രഭാതത്തിൽ വീണ്ടും കണ്ണു തുറന്നു. ഒരു പുതിയ പ്രഭാതം വീണ്ടും കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിൽ സമയം നോക്കിയപ്പോൾ 4:45 മണി. അല്പനേരം ബെഡിൽ എണീറ്റിരുന്ന ഇന്നത്തെ പകലിൻ്റെ സമയത്തെ ഒന്ന് ടൈം ടേബിൾ ചെയ്തു. ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി. എണിച്ച പാടെ ഓടി ഇറങ്ങിപ്പോയാൽ തലകറങ്ങി വീഴും. നമ്മൾ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ അല്പനേരം ബെഡിലിരിക്കണം. അങ്ങനെ ഇന്നത്തെ പകലിനെ കുറിച്ച് ചിന്തിച്ച് സമയക്ലിപ്തതയൊക്കെ വരുത്തപ്പോഴേക്കും വലിയൊരു ആരവം കേട്ടു. ശക്തമായ മഴ, നല്ല എരമ്പം. അപ്പോൾ പിന്നെ ഇന്നത്തെ പകലിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കാരണം രാവിലെ തന്നെ മഴയാണെങ്കിൽ അന്നത്തെ പകല് ഒരു സുഖവും ഉണ്ടാകില്ല. പുറം പണികളെക്കുറിച്ചുള്ള ചിന്തകൾ അവിടെ അവസാനിപ്പിച്ച് ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരം വീട്ടിലിരുന്നു. രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ഭാര്യയും പോയി. ഭാര്യ കോളേജ് വിദ്യാർത്ഥിയായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാനുള്ള പണിയെന്ന് പറഞ്ഞാൽ എൻ്റെ വായനശാലയിലെ പുസ്തകങ്ങൾ കുറേ കാലമായിട്ട് ഒന്ന് അടക്കി വച്ചിട്ടുണ്ടായില്ല. അതിൽ ഈ എട്ടുകാലികളും അതുപോലെ വേട്ടാവളയനും ഇരട്ടവാലനും ഒക്കെ കയറി കൂടിയിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് തുടച്ച് വച്ചില്ലെങ്കിൽ ആ പുസ്തകങ്ങളുടെ കാര്യം കട്ട പുകയാവുമെന്ന് എനിക്കറിയാം. 6 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ എന്നാൽ ഇന്നത്തെ പണി വായനശാലയ്ക്കകത്താകട്ടെ എന്ന് വിചാരിച്ച് മെല്ലെ വായനശാലയുടെ അകത്തേക്ക് കയറി. മുകൾ ഭാഗവും താഴ്ഭാഗവുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തൂത്തു തുടയ്ക്കും. പക്ഷേ നമ്മുടെ അലമാരിക്കകത്തുള്ള പുസ്തകങ്ങൾ മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് വല്ലപ്പോഴുമാണ്. എന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. 6 മാസത്തിലൊരിക്കൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് വളരെ സ്വസ്ഥമായി പുറത്ത് മഴയാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു തലയ്ക്കൽ നിന്ന് മെല്ലെ പണിയാൻ തീരുമാനിക്കുകയാണ്. അധ്വാനത്തിനിടയിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, വിശ്രമം വേണം, വിനോദം വേണം, വ്യായാമം വേണം എന്നൊക്കെ. എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്രമമായി കാണുന്നതും വിനോദമായി കാണുന്നതും ഇവിടെയാണ്. വിശ്രമിക്കുമ്പോഴും വിനോദത്തിനുമായി തിരഞ്ഞെടുക്കുന്നത് ഞാൻ എൻ്റെ ഈ കൊച്ചു വായനശാലയാണ്. ഈ വായനശാലയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. വായനശാല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ്. വായനയിലൂടെയാണ് നമ്മൾ ഈ തരത്തിലേക്ക് വളർന്നു വന്ന് ഇത്ര കാലം സന്തോഷകരമായി ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിനോദത്തിന് ഞാൻ എന്നും വായനശാല തിരഞ്ഞെടുക്കുന്നത്. എത്ര നാളുകൊണ്ടീ കൂടുകൂട്ടിനി ഈ അനന്തമാകാശവീതിയിൽ, നിത്യവിസ്മയമാകു നിന്നാകാര ഭംഗി കണ്ടു മതി മറന്നിന്നു ഞാൻ. ഒരു തിരിവട്ടത്തിലല്ലോ പ്രകാശിപ്പു നീയും നിന്റെ കൂടാരവർണ്ണങ്ങളും, നാനാ ജീവന്റെ സ്വന്തമീ മൺകുടിൽ 7 ഖണ്ഡമായി ഭാഗിച്ചതാരവോ. നീ വിരിക്കുന്ന പൂക്കൾ ഓരോന്നിലും മുത്തമിട്ടാളിപ്പറക്കുന്ന വണ്ടുപോൽ, നഗ്നപാതനായി നിന്നിലൂടലയുമെൻ ഉള്ളിലുണരുന്നു സ്നേഹാഗ്നിജ്വാലകൾ. ഞാൻ കണ്ടു നിന്നിൽ അലയുന്നവർക്കുമേൽ നരകം തുറന്നിട്ടു വലവിരിക്കുന്നതും, സ്വർഗമിന്നാരോ ഒളിപ്പിച്ചു വയ്പ്പതും, മുൻവിധി കൊണ്ടുള്ള മർമ്മപ്രയോഗവും. ഞാൻ കേട്ടു നിന്നിൽ അലയടിച്ചുയരുന്ന 33 ദൈവനാമങ്ങളും, ശങ്കൊലി ബാങ്കൊലി മണിനാഥപൂരിത പരകോടി മന്ത്രങ്ങൾ അലയടിക്കുന്നതും. ആരു നീ ഇന്നു നീരാളിയായി വന്നു മെല്ലെ സർവം ഭുജിക്കുന്ന മന്നവ, ആരുമല്ലെന്നതോർക്കുക നീ വെറും കൊച്ചു മൺകൂട്ടിലെ ജ്വാലകപ്പറവകൾ. ബാല്യം മുതൽ കവിതകളോടൊക്കെ വലിയ ഇഷ്ടമാണ്. കവിതകളോട് മാത്രമല്ല, കഥകളും നോവലും അതുപോലെ യാത്രാവിവരണം വലിയ ഇഷ്ടമാണ്. യാത്രാവിവരണങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സാഹിത്യവും
കേരള സംസ്കാരവും ചരിത്രവുമൊക്കെ എല്ലാ മേഖലകളെയും വായന പൊതുവിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വായിച്ചു കൂട്ടുകയും പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്തു. എൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ മറ്റു പല ലൈബ്രറികൾക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അതിനുശേഷം സർവീസ് കാലഘട്ടത്തിൽ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളുമൊക്കെയാണിത്. അങ്ങനെ ഒരു തലയ്ക്കിൽ നിന്ന് ഞാൻ ക്ലീനിങ് തുടങ്ങി. കവിതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അനവധി കവിതകളൊക്കെ ഞാൻ വെറുതെ എഴുതുമായിരുന്നു. വെറുതെ എഴുതി കീറിക്കളയും. അതുപോലെ കുറച്ചൊക്കെ നല്ലതെന്ന് തോന്നുന്നതൊക്കെ അവിടെ കെട്ടിവച്ചിട്ടുമൊക്കെയുണ്ട്. അങ്ങനെ ചില കവിതകൾ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. ഒരു കാലഘട്ടത്തിൽ അതൊരു ഹരമായിരുന്നു. എല്ലാവരെയും പോലെ ഞാനും കോളേജ് കാലഘട്ടവും അതുപോലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഇത്തരം ചില കലാപരിപാടികളും ചെറിയ നാടകങ്ങളും ഒക്കെയായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. അത്തരമൊരു ഘട്ടത്തിലൂടെ ഞാനും കടന്നു പോന്നു. പക്ഷേ വായന ഞാൻ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ ഇഷ്ടവിനോദങ്ങളിലൊന്നായി ഇന്നും വായനയെ ഞാൻ നെഞ്ചോട് ചേർക്കുകയാണ്. കാരണം വായനയില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു കിണറ്റിലെ തവള പോലെ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. കാരണം മറ്റുള്ള പ്രദേശത്തെ സമൂഹത്തെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വായനയിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും പൊടിയെട്ടി കിടക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു വലിയ വെളിച്ചമാണ് എത്തിച്ചേരുന്നത്. പിന്നിട്ട് പോയ കാലഘട്ടം, വായനയിലൂടെ കളഞ്ഞുപോയ സമയങ്ങൾ, ആ സമയങ്ങളെയൊക്കെ നഷ്ടമായിട്ട് ഇന്നും ഞാൻ കണക്കാക്കുന്നില്ല. വായനയുടെ അഗാധമായ തലത്തിലേക്ക് അല്ലെങ്കിൽ പഠനത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഞാൻ ഒരു കാലഘട്ടത്തിൽ ഊർന്നിറങ്ങിപ്പോയിരുന്നു. അവിടെ നിന്ന് തിരികെ കയറാൻ ഒരുപാട് പാടുപെട്ടു. ഇതാണ് എൻ്റെ കവിതാശേഖരങ്ങൾ. പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതുമായ കവിത, ഞാൻ എഴുതിയതിൽ ഏറ്റവും ഹൃദ്യമായ കവിതയും എനിക്ക് വേണ്ടി സർക്കാർ തന്ന കാർട്ടൂൺ ഉൾപ്പെടെയുള്ള കവിതയാണ് അത്. ഞാൻ ഭൂമി നീ മനുഷ്യൻ. ഈ കവിത ഇതിക്ക് മുമ്പേ ഒരിക്കൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഴുത്തിൻ്റെ ലോകത്ത് നിന്ന് മാറിയിട്ട് പുതിയ വാഗ്വാദങ്ങളിലേക്കും സംഭാഷണങ്ങളിലേക്കും മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എഴുത്ത് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, എഴുതാനൊന്നും സമയമില്ല. അതിനേക്കാൾ ഉപരി വായിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പുസ്തകങ്ങൾ നമ്മൾ തുറന്നു വച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പ്രപഞ്ചത്തിലേക്ക് കടക്കുകയാണ്. മറ്റേതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറേ മനുഷ്യർ, അവരുടെ അടയാളങ്ങൾ, അവരുടെ കൃഷിരീതി, അവരുടെ ജീവിത രീതി, അവരുടെ പ്രധാന സംസ്കാരങ്ങൾ എന്ന് വേണ്ട, അവരുടെ ഭയഭക്തി ബഹുമാനങ്ങൾ എന്ന് വേണ്ട എല്ലാം നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ആശ്രയിക്കാനാകൂ. പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിരൽ തൊട്ട് വായിക്കുകയാണെങ്കിൽ പണ്ടത്തെ റെക്കോർഡ് പ്ലെയറിൽ വായിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ ചരിത്രങ്ങളും അല്ലെങ്കിൽ ആ സംസ്കാരങ്ങളും ആ കാലഘട്ടവും കയറി നിൽക്കും. നമ്മളാണെങ്കിൽ ആ കാലഘട്ടത്തിനകത്തേക്ക് കയറി നിൽക്കുകയും ചെയ്യും. അതാണ് പുസ്തക വായനയിലൂടെ നമുക്ക് ലഭിക്കുക. വിവേകാനന്ദ സാഹിത്യ സർവവുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിക്കൂട്ടി ആർത്തിയോടെ വായിച്ച ഒരു കാലഘട്ടം, 10ാം ക്ലാസ് പഠന കാലഘട്ടത്തൊക്കെ ആ ഒരു രംഗമൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് തോന്നുന്നത്. ഒരു കാലഘട്ടത്തിലൊക്കെ ദിവസം ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ ഉറക്കമുളച്ചിരുന്ന് വായിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ ശീലം. കുറച്ചു കാലങ്ങളിൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട് ചെറുവട്ടൂരാണ്. ചെറുവട്ടൂർ ഒരു ലൈബ്രറി ഉണ്ട്. 1950 സ്ഥാപിതമായ ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി എന്നാണ് അതിൻ്റെ നാമധേയം. അതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറയാം. ലൈബ്രറിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. പുസ്തകങ്ങളെയും ലൈബ്രറിയാണ് എൻ്റെ ജീവിതത്തെ ഇത്രമേൽ മാറ്റിമറിച്ചത്. എത്ര പറഞ്ഞാലും മതിവരാത്ത വായനശാലയെക്കുറിച്ചും വായനശാല പ്രവർത്തകരെക്കുറിച്ചും കഴിഞ്ഞുപോയ സഹപ്രവർത്തകരെക്കുറിച്ചുമൊക്കെ ഓർക്കുമ്പോൾ ഇന്നും അഭിമാനം മാത്രമാണ്. അതിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നിരുന്നാലും ഒത്തിരി പേർ ഈ വായനശാലയിലൂടെയും അതുവഴി നമ്മുടെ നാട്ടിൻപുറത്തുള്ള മുഴുവൻ ആളുകളുമായും ഇടപഴകാനും അങ്ങനെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും വായന ഞാനൊരു ശീലമാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെ തപ്പിച്ചെന്നപ്പോഴാണ്
ആ പഴയ സ്മരണിക എൻ്റെ മുന്നിലേക്ക് ലൈബ്രറിയുടെ ഇടയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പഴയകാല ലൈബ്രറി. 1950 സ്ഥാപിതമായ ലൈബ്രറി. ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ലൈബ്രറി ഭരണസമിതി അംഗങ്ങളാണ്. ഈ ഭരണസമിതിയിൽ ഞാനുമുണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്നാൽ ഇതിനകത്തുള്ള 2-3 പേർ ഇന്ന് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അന്നത്തെ ലൈബ്രറിയനാണ് ഞാൻ. 6 വർഷക്കാലം ആ ലൈബ്രറിയിലെ ലൈബ്രറിയനായി വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് ഞാൻ വായിച്ചു തീർത്ത പുസ്തകങ്ങൾക്ക് ഒരു കണ്ണും കണക്കുമില്ല. അങ്ങനെയൊക്കെയാണ് ഒരു പക്ഷേ ഞാനൊരു സർക്കാർ ജീവനക്കാരനായി മാറിയതും. കൃഷിക്കാരൻ്റെ മകനായ ഞാൻ സർക്കാർ ജീവനക്കാരനായി മാറാൻ കാരണം ഈ ലൈബ്രറി തന്നെയാണ്. ആ വായനശാലയുടെ ഞാൻ പറഞ്ഞു 2-3 പ്രവർത്തകർ, AN കൃഷ്ണൻ നായരും AR വിനയനും അതുപോലെ ബാലചന്ദ്രൻ ചേട്ടനുമൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാൻ ഓരോ കള്ളുകളായി ഈ പുസ്തകങ്ങൾ ഓരോന്നെടുക്കുമ്പോൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതുപോലെ പുരാണ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഓരോ പുരാണങ്ങളെയും നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ പുരാണങ്ങളെ ശ്രദ്ധിക്കാതെ പോലുമില്ല. ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാത്രമാണ്. അതും അനുഷ്ഠാനങ്ങളെ വിട്ടുകഴിഞ്ഞു ആചാരങ്ങളെ മാത്രമായി മുറുകെ പിടിക്കുകയാണ് മനുഷ്യൻ. പക്ഷേ എന്താണ് മതമെന്നും എന്താണ് ദൈവമെന്നും എന്താണ് ദൈവമെന്ന സങ്കല്പമെന്നുമൊക്കെ ചിന്തിക്കാതെ പുസ്തകത്തിലുള്ള അല്ലെങ്കിൽ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളിലുള്ള, അതായത് നമ്മുടെ മഹാഭാരത കഥകളിലെയും രാമായണ കഥകളിലെയും അതുപോലെ ഖുറാനിലെയും ബൈബിളിലെയും ഒക്കെ കഥാപാത്രങ്ങളെ ദൈവമെന്ന പരിവേഷം ചാർത്തി കൊടുത്ത് അവയൊക്കെ ഇന്ന് അതിനെ മാത്രമായി ആചാരപരമായി മാത്രം കണ്ടുകൊണ്ടു പോവുകയാണ് ഇന്നത്തെ ആധുനിക മനുഷ്യർ. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നില്ല. എൻ്റെ പുസ്തകങ്ങൾ ഓരോന്ന് കാണുമ്പോഴും ഉള്ളിൽ നിന്ന് ഒരു വെള്ളി വെളിച്ചം ഉടലെടുക്കുകയാണ്. ഒരേ ഒരു ഭൂമി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ഭൂമിക്ക് അതിർവരമ്പിട്ടത്? നമ്മുടെ ഭൂമിയിൽ അതിർവരമ്പുകൾ തിരിച്ചതാരാണ്? ഭൂഖണ്ഡങ്ങൾ തിരിച്ചതാരാണ്? ആദ്യമേ ഞാൻ ചൊല്ലിയ കവിതയിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിക്ക് അതിർവരമ്പുകൾ ഇട്ടപ്പോഴാണല്ലോ നമ്മൾ ശത്രുക്കളായി തീരാൻ തുടങ്ങിയത്. അവിടെയാണ് ഭൂമധ്യരേഖയിൽ നിന്ന് തുടങ്ങി പിന്നെ അതിർവരമ്പുകൾ തീർത്ത് ഭൂഖണ്ഡങ്ങളിലും ഭൂപടങ്ങളിലും ഓരോ വരകൾ വരച്ച് നമ്മൾ ദേശങ്ങളും അന്യദേശങ്ങളുമായി വിഭജിക്കുകയാണ് ചെയ്തത്. അതെന്തുമാകട്ടെ, അതിലേക്കൊന്നും പോയാൽ എൻ്റെ വർത്തമാനം ഇവിടെ നിൽക്കില്ല. പുസ്തകങ്ങൾ ഓരോന്നിനെയും തൂത്തുടച്ച് അതിനെ വയ്ക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് എനിക്ക് സമ്മാനിക്കുന്നത്. മറ്റെന്ത് പ്രവൃത്തിയേക്കാളും കൃഷിപ്പണിയേക്കാൾ ഉപരി ഒരു പക്ഷേ എനിക്കിഷ്ടം ഇപ്പോൾ വായനയും എൻ്റെ പുസ്തകങ്ങളുമാണ്. പക്ഷേ കൃഷിയില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. കാരണം അത് നമ്മുടെ അന്നമാണ്. അന്നമുള്ളിടത്തെ ജീവനുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അന്നവുമാണ് അത്താവുമാണ് നാം ഓരോരുത്തരും. നാം നാളത്തെ പുഴുക്കളുടെ അന്നമായി മാറേണ്ടവരാണ്. അതുപോലെ എല്ലാം അന്നവുമാണ്. പക്ഷേ ഈ അന്നം ലോകത്ത് ആവശ്യത്തിനുണ്ട് എങ്കിലും അത് ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുകയാണ്. അവിടെയാണ് ദാരിദ്ര്യം ഉടലെടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. നമ്മൾക്ക് ദാരിദ്ര്യമുണ്ടാകാൻ കാരണം ചില ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ, ഭൂമിയിലുള്ള കുറച്ച് മനുഷ്യരുടെ സ്വാർത്ഥതയാണ്. അവർ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്നത് കൊണ്ടാണ് അന്നം തികയാത്തത്. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള അന്നം ഇവിടെ ലോകത്തെ യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് പ്രതിപാദിക്കാം. പരിശുദ്ധ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും അതുപോലെ ഇതിഹാസങ്ങളും പുരാണങ്ങളുമൊക്കെ യഥേഷ്ടം ഞാൻ നിരന്തരമെന്നോണം ഇപ്പോഴും റെഫർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാരണം ഇന്നും മതങ്ങൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ അനവധി പുസ്തകങ്ങൾ വായിച്ചു പോയിട്ടുണ്ട്. പക്ഷേ മതങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ നിർമ്മിച്ചത്? ഒരു കാലത്ത് മതങ്ങളായിരുന്നു എല്ലാം. മതങ്ങൾ രാഷ്ട്രീയത്തിന് തുല്യമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും മതങ്ങളായിരുന്നു. അതിനുശേഷം അന്ന് മതങ്ങളെക്കുറിച്ചുള്ള ഈ പുരാണ ഇതിഹാസ കഥകളൊക്കെ ലത്തീൻ ഭാഷയിലോ അറബി ഭാഷയിലോ അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിലോ ഒക്കെ ആയിരുന്നു രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കാരണം അത് സാധാരണക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രാദേശിക ഭാഷയിലേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഇത്രയാണ് ഈ വിശ്വാസത്തെക്കുറിച്ചുള്ളൂ, ഇത്രയാണ് ദൈവമെന്ന സങ്കല്പം എന്നുള്ളത് എന്ന് മനസ്സിലാക്കുകയും പൗരോഹിത്യത്തെ ചോദ്യം ചെയ്യുകയും പൗരോഹിത്യത്തിന് നിലനിൽപ്പില്ലാതെ വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഈ ലത്തീൻ ഭാഷയിലും അറബി ഭാഷയിലും സംസ്കൃത ഭാഷയിലുമൊക്കെയായി പുരാണങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അത് സാധാരണക്കാർ തൊടുകയോ എടുക്കുകയോ ചെയ്യുന്നത് പാപമായിട്ട് പോലും ആ കൂട്ടരെ പറഞ്ഞ് പൗരോഹിത്യം വിലക്കിയിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഓരോന്നിലേക്ക് ചർച്ചയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അത്തരത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ മതങ്ങളെക്കുറിച്ച് ഇന്നും ഞാൻ യഥേഷ്ടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ച് ശരിക്കും എനിക്കൊരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരാളായി തീർന്നിരിക്കുന്നു. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ജീർണതകൾക്ക് മുഴുവൻ ഇന്ന് ഉടലെടുത്തിരിക്കുന്നതിന് കാരണം പ്രധാനപ്പെട്ടതും മതങ്ങളും പൗരോഹിത്യവുമാണ്. മതമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്ത് രസകരമായ ലോകമായിരിക്കും. നമ്മുടെ ലോകത്ത് അങ്ങനെ ഒരു കൊച്ചു രാജ്യമുണ്ട്, ചെറിയൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അവിടെ ഒരു ആരോഹങ്ങളോ അവരോഹണങ്ങളോ ഇല്ലാത്ത, അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ കുത്തിത്തിരിപ്പുകളോ ഇല്ലാത്ത ഒരു ജീവിത സൗഹൃദമാണ് അവിടെയുള്ളത്. ഒരു പൊതുവിടമാണ് അവിടം. എന്ന് പറഞ്ഞതുപോലെ മതമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സുഖകരമായി ജീവിക്കാനുള്ള പ്രദേശമായി മാറും നമ്മുടെ ഭൂമി. പക്ഷേ എന്തുകൊണ്ടോ മതത്തെയും ദൈവത്തെയും ഇന്നത്തെ ലോക കുത്തകകളും സാമ്രാജ്യത്വവും അടിമപ്പെടുത്തിയിട്ട് ദൈവത്തെ ഇപ്പോഴും ചങ്ങലക്കിട്ട് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന ബഹുഭൂരിപക്ഷം ദരിദ്രനാരായണന്മാർ ഉടലെടുക്കുന്നത് എന്ന് നാം വായനയിലൂടെ തിരിച്ചറിയാൻ കഴിയും. വായനയിലൂടെ നമുക്ക് ഇത്തരം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് വായനയെ ഞാൻ തിരഞ്ഞെടുത്തതും വീട്ടിൽ തന്നെ ഇത്തരമൊരു വായനശാല രൂപപ്പെടുത്തിയതും. ശബ്ദധാരാവലിയുടെ ഈ പുസ്തകമൊക്കെ ഞാൻ പൈസ കയ്യിലില്ലാത്ത സമയത്തൊക്കെ പിശുക്കി വച്ച് വാങ്ങിക്കൂട്ടുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതല്ല. ഇങ്ങനെ ഈ ഓരോ പുസ്തകങ്ങളും എൻ്റെ ജീവനാണ്. ജീവൻ തുല്യമായി ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നും അധ്വാനത്തിന് ശേഷം വിശ്രമിക്കുന്നതും വ്യായാമത്തിന് ശേഷം വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും എൻ്റെ വായനശാലയിലാണ് എന്ന് പറഞ്ഞത്. വായനശാലയെ നെഞ്ചേറ്റിക്കൊണ്ട് ഇനിയും തുടർന്നുള്ള ശിഷ്ടജീവിതവും ഞാൻ വായനയിൽ തന്നെ മുഴുകും. എൻ്റെ വിനോദങ്ങൾക്ക് വായനയെ തന്നെ തിരഞ്ഞെടുക്കും എന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഒരു ദിവസം 4 പത്രങ്ങളുടെയെങ്കിലും എഡിറ്റോറിയൽ പേജും ഒരു പുസ്തകത്തിൻ്റെയെങ്കിലും 10 പേജും വായിച്ചില്ലെങ്കിൽ അന്ന് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് എന്നെ സംബന്ധിച്ച്. അതുപോലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും വായനശാലയെക്കുറിച്ചുള്ള വിവരണങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല. അങ്ങനെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എൻ്റെ വായനശാലയിൽ ഞാൻ വിവരണം കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. എന്നാൽ പച്ചപ്പാണിൻ്റെ സന്തോഷം നിങ്ങളെ വീണ്ടും ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ പ്രേക്ഷകരായ നല്ലവരോട്, മുഴുവൻ മനുഷ്യരോടും പച്ചപ്പാണിൻ്റെ സന്തോഷത്തിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഓരോ പുസ്തകങ്ങളും നമുക്ക് ജീവൻ പോലെ വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളും അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുകയും ഏതെങ്കിലും അടുത്തുള്ള ഗ്രാമീണ വായനശാലയിൽ അംഗമായി ചേർന്ന് നിങ്ങൾ ഒരു വായനക്കാരനായി മാറുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വായനശാലയാണ് നമ്മുടെ അഭിമാനം. എൻ്റെ വായനശാല എൻ്റെ അഭിമാനം. അതാണ് എൻ്റെ മുദ്രാവാക്യവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് ബൈ.